വർക്കാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഇത് ശരിക്കും. എന്നത് ഇപ്പം ചെയ്തതിൽ ഫിനിഷായത് എനിക്ക് പോലത്തെ കാവിൻ്റെ എൻ്റെ പേര് ശാന്തി. ശരിക്കും പേര് ശാന്തകുമാരി എന്നാണ്. സർട്ടിഫിക്കറ്റിലേക്ക് പേര് ഞാൻ. പിന്നെ അതിന് ഒന്ന് ഷോർട്ടാക്കി കലാരംഗത്ത് വന്നപ്പോൾ ഞാൻ ചിത്രകലയാണ് ചെയ്യണത്. ഞാൻ പഠിച്ചതൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിപ്ലോമ കോഴ്സും സർട്ടിഫിക്കറ്റ് കോഴ്സും എഴുതി പാസ്സായി. ഇത് സ്കെച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഞാനിത് പഠിച്ചിറങ്ങിയ ഒരു കാലഘട്ടത്തിലെ സ്കെച്ചുകളൊക്കെയാണ്. കാരണം അന്നൊക്കെ സബ്ജക്റ്റ് കൊടുത്ത് നമുക്ക് വരയ്ക്കലും ഒക്കെയാണല്ലോ നമ്മൾ പഠിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ തന്നെ ഡ്രോയിങ് ആക്കിയിരിക്കുക. ഞാൻ അങ്ങനെ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടത് അതേപടി വന്ന് ഡ്രോയിങ് ചെയ്യണൊക്കെ ഒരു സ്വഭാവം അന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ശരിയായൊരു വ്യൂ മനസ്സിലായിട്ടൊന്നല്ല, എന്നാലും അന്ന് അങ്ങനത്തെ ഒരു ഇതുകളായിരുന്നു കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പഠിച്ചിറങ്ങിയ കുറേ സമയം ഇങ്ങനെ റിയൽ വർക്കുകളും നമ്മൾ കമേഴ്സ്യൽ ആർട്ടൊക്കെ ചെയ്യണ പോലത്തെ ഒരു തന്നെയായിരുന്നു അങ്ങനെ കുറേ വർക്കുകൾ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റഡി എന്ന് വിചാരിക്കാമെന്നല്ലാതെ നമ്മുടേതായ ഒരു വർക്കൊന്നും ആ സമയത്ത് ഉണ്ടായില്ലേ. പക്ഷേ കുറേ ഡ്രോയിങ്ങുകൾ, ആ ഡ്രോയിങ്ങും ഏതാണ്ട് അതൊക്കെ തന്നെയായിരുന്നു. എന്നാലും എനിക്ക് കലാരംഗത്തേക്ക് എത്താനതൊക്കെ അന്നത്തെ വർക്ക് ഇന്ന് കാണുമ്പോൾ വിഷമം തോന്നുന്നുണ്ട് വെച്ചാലും അതൊക്കെ അന്നത്തെ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് നോക്കുമ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പറ്റിയതൊക്കെ ഒരു വലിയ കാര്യമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ വർഷങ്ങൾ ഈ കമേഴ്സ്യൽ ആർട്ടൊക്കെ ആയിട്ട് പോയതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക ഒരു 10 വർഷത്തിനിപ്പുറമാണ് ശരിക്കും ഞാൻ എൻ്റെ കല അന്വേഷിച്ച് പിടിച്ചതും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതും ഷോകൾ കണ്ടു തുടങ്ങിയതും ഒപ്പം എൻ്റെ ചിത്രങ്ങളിലേക്ക് എത്തപ്പെടാനുള്ള ശ്രമം നടത്തിയതും ഒക്കെ ഒരു കുറേ നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ്. പരിശ്രമം എന്ന് പറയുമ്പോൾ എൻ്റെ കുറേ സമയം അങ്ങനെ മാറിപ്പോയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. എന്ന് വെച്ചാലും എന്നാൽ അതിന് നമുക്ക് ഒരു പോസിറ്റീവായിട്ട് കാണാം. നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമെന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഈ ഡ്രോയിങ് ബുക്ക് ഞാൻ ശരിക്കും ബുക്ക് എടുത്ത സമയത്ത് തന്നെ ഇങ്ങനെ മരങ്ങൾ മാത്രം കൊണ്ടൊരു ബുക്ക് നിറയ്ക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു സമയത്തിരുന്ന് ചെയ്തുണ്ടാക്കിയതാണ്. അങ്ങനെ കുറച്ചെത്തിയപ്പോൾ പിന്നെ അതിൻ്റെ ഒരു റൂട്ടൊക്കെ മാറി. അങ്ങനെ കുറേ സാധനങ്ങൾ അധികം വൈകിട്ടൊന്നുമില്ല. കുറച്ചൊക്കെ അത്രയും ന്യൂ അല്ലാനും എന്നാൽ കുറച്ചൊക്കെ മുമ്പത്തെ അങ്ങനെ നിറച്ചാവണമെന്നൊക്കെ വിചാരിച്ച സമയത്താണ് പിന്നെ ന്യൂറൽ കയറിയൊന്നും ചെയ്യണമെന്ന് തോന്നി. അതിൻ്റെ ഡ്രോയിങ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം അതിൻ്റെ പിന്നാണ്ട് പോയി 3-4 പടമൊക്കെ വരച്ച് പിന്നെ അതിനൊരു ആശ്വാസം തോന്നി. പിന്നെ അതവിടെ നിർത്തിച്ചു. അങ്ങനെ എന്നിട്ടും പിന്നെയും കുറച്ച് മരങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചു. മരങ്ങളോട് ഭയങ്കര കേസായിരുന്നു. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര വ്യത്യസ്തമായ മരങ്ങളെ അന്വേഷിച്ച് പിടിച്ച് അത് അന്വേഷിക്കാനല്ല, കോപ്പിയൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന മരങ്ങൾ തന്നെയായിരുന്നു. കള്ളി കുടിച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ ചെടിയിലെ ഒരു വലിയ സംഭവമാക്കി വെച്ചിട്ട് അതിന് ജീവജാലങ്ങൾക്ക് കൂടെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നൊരു ചെടി, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇപ്പോൾ എന്തിനാണെങ്കിലും ജീവജാലങ്ങൾക്ക് കൂടാണ് കൂടുതലും. പിന്നെ നമ്മളത് താഴെ നിൽക്കുമ്പോഴത്തെ ഇപ്പോൾ കുറേ ഫിഷും ഒക്കെ ആ സമയത്ത് മീനുകളൊക്കെ ഇങ്ങനെ വെള്ളം വരുമ്പോൾ മീനുകളൊക്കെ ഇങ്ങനെ വരുന്ന ഒരു കാര്യത്തിനെ കുറിച്ചൊക്കെ ആലോചിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വർക്കിങ്ങാണ് അങ്ങനെ ഒരു ഫ്ലോ വന്നത്.
ഇങ്ങനെ ഞാനിത് പെയിൻറ്റിങ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭൂതകാലത്തിനെ കാണിക്കുന്ന മാറാലക്കെട്ടുകളാണ് ഈ വരച്ചുകൊണ്ട് വന്നത്. അത് വിജയിക്കുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാനതെല്ലാം മുഴുവൻ ശ്രമിച്ചില്ല. എന്നാലും കുറേ വർക്കുകൾ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ചെയ്തു. ഇങ്ങനെ കുറേ ഫിഗറുകൾ ഒരു ചേഞ്ചൊക്കെ തന്നെയായിരുന്നു. ഈ കൺഫ്യൂഷനായി ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് ആ കല അധികം പഠിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കുറച്ച് കണ്ടെത്തിയപ്പോൾ പിന്നെ എനിക്ക് അപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ ജനിച്ചു വളർന്ന ആ ഒരു സമയം ശരിക്കും ആ വളർന്നൊരു 8-9 വയസ്സൊക്കെ തൊട്ടുള്ള ഒരു കുട്ടിക്കാലത്ത് ആ ഒരു ചുറ്റുവട്ടത്തെ കാഴ്ചകളൊക്കെ ഭയങ്കരമായിട്ട് എനിക്കറിയില്ല ഭയങ്കരമായിട്ട് അത് എൻ്റെ ഉള്ളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുമായിരുന്നു. ഭയങ്കരമായ അത് കുറേ വരയ്ക്കാനായിട്ട് അത് കുറേ വരയ്ക്കുകയും ചെയ്തത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ വീട് നോക്കിയിട്ടത്. അപ്പോൾ അതിൽ മുന്നത്തെ പോലെ വീട്, ഈ ഓടിട്ട വീട്, അത് കഴിഞ്ഞപ്പോൾ എൻ്റെ വെല്ലീശൻ്റെ വീട്, അത് മുരിയാടാണ്. എൻ്റെ ഏറ്റവും നൊസ്റ്റാൾജിയുള്ള ഒരു കുട്ടിക്കാലം ശരിക്കും വെല്ലീശൻ്റെ വീട്ടിലായിരുന്നു. വീടിൻ്റെ തന്നെ പല വീട്ടിലൊക്കെ ഇങ്ങനെ പാരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് മീൻസ് അന്നത്തെ കാലത്തെ ഒരു യാഥാസ്ഥിതിക കുടുംബം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും നമ്മളെ ഇങ്ങനെ പുറത്തേക്ക് വിടാൻ ശ്രമിക്കില്ല, ആരോട് സംസാരിക്കുക, അങ്ങനത്തെ ഒരു കാലഘട്ടങ്ങളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വെല്ലിച്ചിൻ്റെ വീട്ടിൽ പോയാൽ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ കളിക്കാനൊക്കെ പുറത്തേക്ക് പോയി ആരോടും കളി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ സ്ഥലങ്ങളും ഒക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ആ കുട്ടിക്കാലം എന്നാണ് എനിക്ക് ഏറ്റവും അധികം ഓർമ്മ വരെ വെല്ലിച്ചിൻ്റെ വീട്. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങില്ല, മറുപടി വരില്ല, അങ്ങനെ കാലം വെച്ച് ഭയങ്കര ഫ്രീ ആയിട്ടൊക്കെ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ കാഴ്ചകളാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ കൂടുതലും വരുന്നത്. ഇവിടെ ഞാൻ കളിച്ചിട്ടൊന്നുമില്ല ശരിക്കും, പക്ഷെ അവിടെ ഒരുപാട് ഇതിനെ മറികടന്നുകൊണ്ട് ഞാൻ അവിടെ അസലായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറേ കൂടി എനിക്ക് വരയ്ക്കാനുണ്ട്. ആ ഒരു കാലഘട്ടത്തിൻ്റെ കുറേ അടയാളപ്പെടുത്തലുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങളുടെ പഴയ വീടൊക്കെ ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫ് പോലും ഇല്ല. ആ സമയത്ത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് 7ാം ക്ലാസ് വരെയായിരുന്നു ഓലവീട്. ആ ഓലവീട് വീണ്ടും പുനർജനിച്ച് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങളുടെ അപ്പുറത്തെ വീട് ആ ഒരു പറമ്പ് വെറുതെ കിടക്കുക. പിന്നെ അപ്പുറമൊക്കെ കണ്ടപ്പോൾ ആ വീട്ടുകാർക്ക് ഇത് അയച്ചു കൊടുത്തവർ ഇപ്പം അവരുടെ പണ്ടത്തെ വീടിൻ്റെ 2 വ്യൂ അയച്ചു കൊടുത്തിട്ട് അവർക്കത് ഭയങ്കരമായ കാരണം വിട്ടുപോയ ഇല്ലാതെ പോയ ഒരു വീടിനെ പുനർജനിച്ച് കിട്ടിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായത്. അതിന് പണ്ടത്തേക്ക് ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ എല്ലാ വേലിക്കലും ഒന്നുകിൽ മുള്ളുവേലി അല്ലെങ്കിൽ ചെടിയുള്ള വേലികൾ, അത് മിക്കവാറും കൊന്ന, അതേപോലെ തന്നെ ചെമ്പരത്തി, പിന്നെ ഒരു മഞ്ഞപ്പൂ ഉണ്ടാവണ അതിനെന്താ പരുത്തി എന്ന് പറയാം. അതിന് നല്ല രസമാണ്. രാവിലെ ക്രീം കളർ പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും പിങ്ക് പൂവും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കാണുന്ന വലിയ ചെടികളും മരങ്ങളും. ഞാൻ കാണുന്നത് അതൊക്കെയാണ്. എനിക്ക് അതിൻ്റെ അപ്പുറത്ത് വേറെ ചെടികളൊന്നും കാണാനൊന്നുമില്ല. റോസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര റയറാണ്. വലിയ പൈസയുള്ള വീട്ടിലേക്ക് ആയിരിക്കും ഒരു റോസൊക്കെ നമ്മൾ നിൽക്കുകയാണ്, നമ്മൾ ചുറ്റോട്ടൊന്നും അതില്ല. അപ്പോൾ ആ വേലികളുടെ ആ മരങ്ങൾ നിൽക്കണ അതിന് പൂക്കളുള്ള വേലി, അതുപോലെ കൊന്ന ഒരു പൂക്കളുടെ സമയം വരുമ്പോൾ അത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായൊരു കാഴ്ച തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും കാണില്ല. കംപ്ലീറ്റ് അവിടെയൊക്കെ മതിൽ വെച്ച് ഞാനതുകൊണ്ടാണ് ആ സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എവിടെയെങ്കിലുമൊക്കെ പഴയ കാലത്തിന് ഉറപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട്. ഈ തൊട്ടാവാടിയും അതേപോലെ കൊന്ന വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ചെമ്പരത്തി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സ്ഥലമില്ലാത്തടത്ത് പോലും വെക്കുന്നത് അന്നത്തെ ആ ഒരു ശരിക്കും ആ നഷ്ടപ്പെട്ടു പോയ കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലൊക്കെ തന്നെയാണ്. എന്നെ എല്ലാവരും കളിയാക്കുമ്പോൾ തൊട്ടാവാടിയും കാര്യങ്ങളും ചട്ടിയിൽ വയ്ക്കുന്നു. പക്ഷെ എനിക്കത് ഒരു കാലത്തിന് കൊണ്ടുവരികയാണ് ഞാൻ ശരിക്കും. അത് എന്നെ സംബന്ധിച്ച് ഭയങ്കരമായൊരു
ഇതാണ് എൻ്റെ അനിയത്തിമാരുകളെ ചുറ്റുവട്ടത്തുള്ളവർക്ക് ഞാൻ ഇത് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്താ പറയുക തൊട്ടാവാടിയൊക്കെ വല്ലവരും വയ്ക്കും. അപ്പോൾ ഞാൻ തൊട്ടാവാടി എൻ്റെ വീട്ടിലില്ല, ഞാനപ്പോൾ അത് കൊണ്ടുവന്ന് വയ്ക്കണം. എനിക്ക് അതിനോടൊരു ഇഷ്ടമുണ്ട്. അതിൻ്റെ പൂവിനോടാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു കളറും അതിൻ്റെ ഒരു ഭയങ്കര പ്രത്യേകത. ഒരു നല്ല കാലഘട്ടം തന്നെയായിരുന്നു. പക്ഷെ വേലി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരുടെയും. അതെല്ലാ വീടിനും തിരിക്കുമായിരുന്നു. പക്ഷെ ഇന്നത്തെ പോലെ മതിലിൻ്റെ വാതിൽ വെച്ചിട്ട് കടക്കാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാടല്ല. പക്ഷെ ആ വേലിയുടെ ഇടയിൽ എല്ലാവരുടെയും ഗ്യാപ്പ് ഉണ്ടാവും. നമുക്ക് ഏത് വേണമെങ്കിലും പോവാം. അതൊരു നല്ല സ്വാതന്ത്ര്യമാണ്. എല്ലാവരും ഫ്രണ്ടിലും ചായക്കടയിൽ പോലെ പോകാൻ പറ്റുമെന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര സംഭവം തന്നെയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു ചെടി പോലും ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ അന്ന് ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ഥലം അന്ന് ഈ ആലയുള്ള ഒരു വീട്ടുകാരായിരുന്നു ആദ്യ സ്ഥലം. അപ്പോൾ ആല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓട് പാത്രങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അവിടുത്തെ മണ്ണ് പഴുത്ത മണ്ണായിരിക്കും, അവിടെ ഒന്നും മുളക്കില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആകെ ഒരു 3 എൻ്റെ ഓർമ്മയിൽ വീടിൻ്റെ ബാക്കിൽ ഒരു പ്ലാവ് ഒരു മാവ് സൈഡിലേക്ക് ഉണ്ടെന്നല്ലാതെ അതിൻ്റെ കുറേ കൂടെ ബാക്കിൽ ഒരു കശുമാവ് അത്രയൊക്കെ തന്നെ. അല്ലാണ്ട് മുറ്റൊന്നും ഒരു ചെടിയില്ല. അപ്പം ശരിക്കും പറയുമ്പോൾ അയൽവക്കങ്ങളിലൊക്കെ ഓരോ ചെടികൾ റോസ് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കൊണ്ടുവന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പിടിക്കില്ല. ആകെ 3 തെങ്ങ് മുൻവശത്ത് കിടന്നാണെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിലെ ഏറ്റവും ചെറിയ അടയ്ക്കാമരത്തിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നുള്ള തെങ്ങ് ഒന്നും ഉണ്ടാവുന്നില്ല. അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നു വീട്ടിൽ ചാരവും അതൊക്കെ ആയി മണ്ണിങ്ങനെ വളക്കൂറായിട്ട് ഇപ്പോൾ എന്ത് സാധനം ഇപ്പോൾ മണ്ണിളക്കിയാൽ പോലും മണ്ണരനെ കാണുന്നൊരവസ്ഥ. ചിത്രത്തിൽ മിക്കവാറും പറയുകയാണെങ്കിൽ അന്ന് ഞാൻ കാണാത്ത ചെടികളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പഴയ കാലത്തിനെ കൊണ്ടുവരുമ്പോൾ ഞാൻ ശരിക്കും എല്ലാത്തിനെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇനിയും കൂടുതൽ വർക്ക് വരുമ്പോൾ ചെയ്തു വരുമ്പോൾ ഇനിയും കുറേ സാധനങ്ങൾ അതിൽ വരും. കാരണം അന്നത്തെ കുറേ കളികൾ, അതുപോലെ തന്നെ അന്നത്തെ കുറേ പ്രവൃത്തികൾ ഓരോരുത്തരും ഇങ്ങനെ എന്താ പറയുക തലച്ചോടായിട്ട് ഓരോന്ന് കൊണ്ടുപോകണതും ഇന്നത്തെ പോലെ നമ്മൾ മുറ്റത്ത് അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ വണ്ടിയാണല്ലോ. അന്ന് കംപ്ലീറ്റ് നടന്നും അതുപോലെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകണതൊക്കെ തലയിൽ ചുവന്നിട്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ വർക്കിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ വർക്ക് അതിൻ്റെ ഒരു എൻഡ് സംഭവിക്കും. എങ്കിൽ പോലും അത് കുറേ ചെയ്തിട്ടാണ് എൻഡ് വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്കിൽ. ഈ കുട്ടിക്കാലത്ത് കാവും ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഭയങ്കര പേടിയായിരുന്നു. അന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് വീട്ടിലുള്ളവരങ്ങനെ ഭീഷണിപ്പെടുത്തില്ല. കാവിലേക്ക് വരുന്നത് കാവിലങ്ങനെ പാമ്പുണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാവിൻ്റെ അടുത്ത് കണ്ണടച്ച് ഓടുക ചെയ്യുക. സ്കൂളിൽ അങ്ങനെ അവിടെ കടയിലേക്ക് പോകാനൊരു കാവുണ്ട്, അവിടെ നിന്ന് കണ്ണടച്ച് ഓടും. അപ്പോൾ കാവിൻ്റെ ഉള്ളിൽ എന്താണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. ഞാനിങ്ങനെ കേട്ടിട്ട് മാത്രമല്ല. അങ്ങനെയാണ് പിന്നെ ഞാനിങ്ങനെ ആ കാവിനെ മെമ്മറിയിൽ നിന്ന് തന്നെ എൻ്റെ കാവിനെ കുറച്ച് ബിംബങ്ങൾ ഞാനിങ്ങനെ ആശ്രയിച്ചിട്ടുണ്ട് എന്താണ് അവിടെ ഉണ്ടാവുക അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ കംപ്ലീറ്റ് കാവിൻ്റെ വ്യൂവൊക്കെ എൻ്റെ കാഴ്ചയിലെന്ന് വന്നിട്ട് ഞാനൊരു 4 കാവൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ ചെയ്യുന്നത് കാവിൻ്റെ തന്നെ പാലേനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എൻ്റെ ഒരു കാലത്തിന് ഞാൻ ആ പാല മെയിനാക്കിക്കൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തുടങ്ങിയിട്ടുള്ളൂ, അതൊന്നും ആവാറായിട്ടില്ല. അതിന് കുറച്ച് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ ആ കാവ് ചെയ്യാൻ വേണ്ടിയിട്ടേ അതിന് വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നത് കാവിൽ പാമ്പിന് തുള്ളിലെന്ന് ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രോയിങ്ങുകളുടെ ഒരു ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് കുറച്ച് ചെയ്യാനുണ്ട്.
ഇട്ടാലോ. പക്ഷെ ആദ്യത്തിലേക്ക് ഒരു നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ തോന്നുന്നത് നമ്മൾ ചെയ്യുന്നത് ഭയങ്കര സംഭവമാണെന്നാണല്ലോ. അതിൽ നിന്നും പെട്ടെന്ന് എനിക്ക് മാറാൻ പറ്റി. കാരണം ഞാനിങ്ങനെ ആലോചിച്ചു തുടങ്ങി എൻ്റെ വർക്കിനെ കുറിച്ച് മറ്റുള്ളവർ അവർ കാണുന്നതനുസരിച്ചാണല്ലോ അതിനൊരു ഇത് ഉണ്ടാവാന്നുള്ള നിലയ്ക്ക്. പിന്നെ ഞാൻ വർക്കിൽ തന്നെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവസരങ്ങൾക്ക് അങ്ങനെ വിചാരിക്കാറില്ല. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ വർക്ക് എന്നാണോ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ആ വർക്കിലൂടെ എന്നെ അറിയാം എന്ന് പറയണ ഒരൊറ്റ ആളുടെ അടുത്ത് പോയിട്ടും അങ്ങനെ ഷോ ചെയ്യുന്നതല്ലേ എന്നെ പങ്കെടുപ്പിക്കുമോ എന്നൊന്നും ആരുടെ അടുത്തും ചോദിച്ചിട്ട്. ഒരിക്കൽ മാത്രമേ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഞാനും അനിൽ ബി കൃഷ്ണ കുറിച്ച് ഞങ്ങളിങ്ങനെ നമുക്കൊരു ഷോ ചെയ്യാമെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ആയിട്ട് ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. ഇന്നിങ്ങനെ ഉണ്ടാതിരുന്നുകൊണ്ട് വർക്ക് ചെയ്ത് തന്നെയായിരുന്നു. ലോകമേ തറവാട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഷോനെ കുറിച്ച് വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേര് അവിടെ അവതരിപ്പിച്ചത് ആൻറ്റോ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആൻറ്റോ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വർക്ക് എന്നെ കുറിച്ച് കാണുമ്പോൾ. അപ്പോൾ ഇപ്പോഴും പക്ഷെ എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല. ആരോ വർക്ക് കാണാൻ പറ്റില്ല, ബോസ് എന്നുള്ള പേര് പോലും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായില്ല, ഞാൻ ശ്രദ്ധിക്കാനിട്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ വർക്ക് ഫോട്ടോസൊക്കെ അയച്ചെടുക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ കുറച്ച് ഇമേജ് അയച്ചു കൊടുത്തു പെയിൻറ്റിങ്സിൻ്റെ. അപ്പോൾ ആളത് എനിക്ക് കണ്ടു. ആളങ്ങനെ തന്നെ ബോസിനെ അയച്ചു കൊടുത്തത്. ബോസ് എന്നെ നേരിട്ട് വിളിച്ചു. അതൊക്കെ ഒരു ഭയങ്കരമായൊരു അവസ്ഥയായിരുന്നു. ബോസ് എന്നെ വിളിച്ച് ഇങ്ങനെ വർക്ക് കാണണമെന്ന് പറഞ്ഞു. ആദ്യം ഫോട്ടോ ആദ്യം അയച്ചു കൊടുത്തു. പിന്നെ ആൾ വീട്ടിൽ വന്ന് കാണണമെന്ന് വർക്ക് കണ്ടു. അപ്പോൾ അതൊരു നല്ല തുടക്കം തന്നെയായിരുന്നു ശരിക്കും. അതിനുശേഷം നല്ലപോലെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അവസരമായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് പിന്നെ ബോസിൻ്റെ തന്നെ കേരളത്തിൽ പെപ്പർ ഹൗസിലൊരു ഷോ ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുപ്പിച്ച് പിന്നെ ഡൽഹിയിലൊരു ഷോയിൽ പങ്കെടുപ്പിച്ചു. പിന്നെ അതിനുശേഷം കുറേ മാറ്റങ്ങൾ മൊത്തം ഇങ്ങനെ കാഴ്ചപ്പാടിൽ വന്ന മാറ്റമാണോ എൻ്റെ വർക്കിൽ വന്ന മാറ്റമാണോ എന്ന് ഞാനതിനെ പ്രത്യേകിച്ച് വേർതിരിക്കുന്നില്ല. എന്നാലും കുറേ മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ ഇങ്ങനെ വരുന്നുണ്ട് മൊത്തം. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. അതൊരു വലിയ സംഭവമായിട്ട് എടുക്കാതെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. വലിയൊരാഗ്രഹമാണ് വലിയൊരു കലാകാരിയാവുന്നത്. അത് എത്രമാത്രം എന്നുള്ളത് ഞാൻ പറയാൻ പറ്റില്ല. നമ്മൾ എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോഴാണ് പോക്ക് വരിക, അങ്ങനെയൊന്നും അറിയില്ല. എന്നാലും മുന്നോട്ട് പോകാൻ പറ്റുന്ന അത്രയും പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വേറൊരു കാര്യം അതിൻ്റെ കൂടെ ബാക്കിയുണ്ട്. എനിക്ക് എൻ്റെ വീടിൻ്റെ ഇപ്പുറത്തൊരു പറമ്പ്, അവിടെ എൻ്റെ ഒരു അയൽവക്കാരി ഉണ്ടായിരുന്നു. ആ ചേച്ചി എങ്ങനെയാണെന്ന് വെച്ചാൽ കോളേജിൻ്റെ മതിലിൻ്റെ സൈഡിൽ നിന്ന് കംപ്ലീറ്റ് ചിത്രം വരച്ചേക്കും, കരിയും ചോക്കും ഒക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ എനിക്ക് പ്രചോദനം ശരിക്കും ആ ചേച്ചിയായിരുന്നു. ആ ചേച്ചി വരച്ച ചിത്രങ്ങൾ നോക്കി വരച്ചിട്ടാണ് ഞാൻ ഈ ശരിക്കും വേണ്ട ഒരു വർക്ക് തുടങ്ങണത്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് അതിനെക്കുറിച്ച് ധാരണയൊന്നുമില്ല. എൻ്റെ ഉള്ളിൽ നിന്ന് വരയ്ക്കാനുള്ളൊരിതൊന്നും എനിക്ക് അന്ന് മെറ്റീരിയലൊന്നും ഇല്ലാത്തതൊക്കെ അതിൻ്റെ ഒരു കാരണങ്ങളാണ്. നമുക്ക് വരച്ച് നോക്കിക്കൊണ്ട് തോന്നുന്നത് വരയ്ക്കണമല്ലോ, അതിനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഈ നോക്കി വരയ്ക്കലേക്ക് എത്തുക ചെയ്തത്. അങ്ങനെ ആളാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും നമുക്ക് വേണ്ടി പറഞ്ഞു തരാതെ നമ്മളുടെ മനസ്സിൽ ഗുരു എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് ആളുടെ വർക്ക് നോക്കി രാധ.